Hello, good morning my dear students. Today we are going to discuss about electronic marketing, that is e-marketing. In the last class we are discussed about electronic commerce. Electronic commerce means it's a undertaking of commercial transaction with the help of electronic devices. With the use of internet we can carry out electronic transactions. So business transactions. നമ്മളുടെ business transactions ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ഏത് ദിവസവും ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇ മാർക്കറ്റിംഗ്? ഇ മാർക്കറ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് ഇലക്ട്രോണിക് മാർക്കറ്റ്. ദാറ്റ് മീൻസ് the marketing of goods and services which are performed with the help of electronic devices, which may be internet, which may be social media, which may be email, or other internet facility, all other electronic facility we can market the products. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുന്നത് ജസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ല. മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് ഓൾ ദോസ് പ്രോസസ് which includes identification of needs of customer and it ends with the satisfaction of the needs of customer. ഒരു കസ്റ്റമറിൻ്റെ ആഗ്രഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാളുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെയാണ് മാർക്കറ്റിംഗ് വരുന്നത്. അപ്പം നമ്മൾ ആ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇലക്ട്രോണിക്കായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ട്രോണിക് മാർക്കറ്റ്. ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളൊരു വളരെ ഒരു ബ്രോഡ് ടേമാണ്. ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സെയിൽസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇങ്ങനെ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ളൊരു ബ്രോഡായിട്ടുള്ളൊരു ടേമാണ് ഇലക്ട്രോണിക് ബിസിനസ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഒരു സബ് പാർട്ടാണ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഓർ ഇ മാർക്കറ്റിംഗ്. നമുക്ക് നോക്കാം. ഇ മാർക്കറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് വയ ഇലക്ട്രോണിക് മീഡിയ ആൻഡ് മോർ സ്പെസിഫിക്കലി ഇൻ്റർനെറ്റ്. നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ഇലക്ട്രോണിക് മീഡിയ വഴി നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. ഇലക്ട്രോണിക് മീഡിയയിലൂടെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനെയാണ് സ്പെസിഫിക്കലി നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പരസ്യം നമ്മൾ പണ്ട് കാലത്ത് ബോർഡുകളിലൂടെ നമ്മൾ അറിയിക്കുന്നു അല്ലെങ്കിൽ ടി വിയിലൂടെ നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് സാധ്യമാക്കുന്നത് ഇലക്ട്രോണിക് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിലൂടെയാകാം. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഓൺലൈൻ പരസ്യങ്ങൾ വരും. അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നതിനുള്ള നമുക്ക് ഇമെയിലുകൾ വരും. അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ, വാട്സപ്പ് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് ഇൻവിറ്റേഷൻസ് വരും. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയുടെ ഹെൽപ്പോടുകൂടി നമുക്ക് മാർക്കറ്റിംഗ് സാധ്യമാകുന്നുവെങ്കിൽ അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ ടേം ഇ മാർക്കറ്റിംഗ് ഓർ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ഓർ വെബ് മാർക്കറ്റിംഗ് ഓർ ഓൺലൈൻ മാർക്കറ്റിംഗ് ദീസ് ആർ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി ആൻഡ് ഫ്രീക്വൻ്റ്ലി കൺസിഡർഡ് ആസ് സെയിം. ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിങ്ങിന് നമുക്ക് മറ്റൊരു വിധത്തിൽ അറിയപ്പെടുന്നു ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇ മാർക്കറ്റിംഗ്? ഇ മാർക്കറ്റിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്ലോഡ് ടു ട്രഡീഷണൽ മാർക്കറ്റ്. നമ്മൾ പണ്ട് കാലത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഇ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇ മാർക്കറ്റിംഗ് അഫക്ട്സ് ട്രഡീഷണൽ മാർക്കറ്റ് 2 ways. ഒന്ന്, ട്രഡീഷണൽ മാർക്കറ്റിംഗിൻ്റെ കപ്പാസിറ്റി ഉയർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഈ മാർക്കറ്റ് സഹായിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ രീതിയിലാണോ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണോ ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി, ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടി നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു. പണ്ട് കാലത്ത് നമ്മളൊരു ഷോപ്പ് ഒരു പർട്ടിക്കുലർ ഏരിയ മാക്സിമം ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിനോട് കൂടി നമ്മൾ കസ്റ്റമറിൻ്റെ ബേസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ ടെക്നോളജിയോട് കൂടി നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമറായിട്ട് കൊണ്ടുവരാൻ സഹായിക്കും. അതാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ ദ ടെക്നോളജി ഓഫ് ഇ മാർക്കറ്റിംഗ് ട്രാൻസ്ഫോംസ് മെനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്.
ഇതാണ് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിൻ്റെ ടെക്നോളജി നമുക്ക് പുതിയ എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിംഗ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് നെറ്റ്വർക്ക്ഡ് എൻവോൺമെൻറ്റ് സച്ച് ആസ് ദ ഇൻ്റർനെറ്റ് ആൻഡ് ദ വേൾഡ് വൈഡ്. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ, അതിൻ്റെ ഓർഗനൈസിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പരസ്യം, പ്രൊമോഷൻ, അതിൻ്റെ വില, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി, ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി, അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ചസ് ആൻഡ് സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ്. നമുക്ക് ഒരു കമ്പനിയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുക, എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരു ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചാൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കസ്റ്റമേഴ്സിന് സർവീസ് വർദ്ധിപ്പിക്കാൻ പറ്റും. കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ടച്ച് ഉണ്ടാക്കിയെടുക്കാം, എപ്പോഴും ടച്ച്, കീപ്പ് ഇൻ ടച്ച്. ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. നമുക്ക് മാർക്കറ്റിംഗിൽ നമ്മുടെ ഉൽപ്പന്നത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വാങ്ങുന്നതിന് വേണ്ടി. അതുപോലെ നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ റവന്യൂ കൂടും, അല്ലേ? കമ്പനിയുടെ ഇമേജസ് ഇന്ത്യയിൽ മാത്രമല്ല, ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഒരു കമ്പനിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റും, കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസ് ഓഫ് കസ്റ്റമർ എക്സ്ചേഞ്ച് ബൈ എൻകറേജിങ് കസ്റ്റമർ ലോയൽറ്റി. നമുക്ക് കസ്റ്റമർ എക്സ്ചേഞ്ച് സഹായിക്കും. മറ്റു രാജ്യത്തെ കസ്റ്റമർ നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. അതുവഴി നമുക്ക് റെഗുലർ ഒരു കസ്റ്റമർ വിശ്വാസം, ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർലെസ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്, പേപ്പർലെസ് ആയിട്ടുള്ള ഇടപാടുകളാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇല്ല, പേപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. ഏതൊരു ഇലക്ട്രോണിക് മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നം ഡീൽ ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സിനെ കുറിച്ചും ആ ഉൽപ്പന്നത്തിൻ്റെ മാനുഫാക്ചറിനെ കുറിച്ചും വാറണ്ടിയെക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കും. അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് പുതിയ ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുന്നു, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തുന്നു, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, പുതിയ ബിസിനസ് അവസരങ്ങളാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, അല്ലേ? എനർജി, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസ്, അല്ലേ? നമ്മൾ പെട്രോൾ ഡീസലിന് പകരം നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് വരാൻ പോകുന്നു, അല്ലേ? സ്റ്റാർട്ടപ്പുകൾ വരാൻ പോകുന്നു, പുതിയ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പറയപ്പെടുന്ന മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ചിലവ് കുറഞ്ഞൊരു പ്രോസസ്സാക്കി മാറ്റാൻ നമുക്ക് സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. പിന്നെയും നമ്മൾ പറയുന്നുണ്ട് ചിലവ് കുറവാണെന്ന് പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിലൂടെ വില കുറഞ്ഞ ചീപ്പ് പ്രോഡക്റ്റുകൾ കിട്ടുന്നു, അല്ലെ? വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെയാണ് ഈ മാർക്കറ്റിങ്ങിന് കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ് ഈ മാർക്കറ്റിംഗ്. അപ്പോൾ അത് നമ്മളൊന്ന് വായിച്ചാൽ മതി. ഇനി എന്താണ് ഈ കൊമേഴ്സും ഈ മാർക്കറ്റും രണ്ടും ഒന്നാണോ? അല്ല. ഈ കൊമേഴ്സ് ഉള്ളത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ഇലക്ട്രോണിക് മീഡിയം സച്ച് ആസ് ഇൻ്റർനെറ്റ്. ഈ മാർക്കറ്റിംഗ് ഈസ് ദ പ്രൊമോഷൻ ഓഫ് products and services over the internet. It includes various concepts such as email marketing, social media marketing, mobile marketing and search engine optimization, etc. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ മാർക്കറ്റ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു സം ടോട്ടൽ ഓഫ് ഓൾ ദ പ്രോസസ് വിച്ച് ആർ നെസറി ഫോർ ദ റിമൂവൽ. അപ്പോൾ അവിടെ അതിനകത്തൊരു ഘടകം മാത്രമേ പ്രൊമോഷൻ ആവുന്നുള്ളൂ. ബാക്കിയുള്ള ഒട്ടനവധി മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരുപാട് ഇതിനകത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത് എന്താണ്, ഒരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ഏതിലാണ് വരുന്നത്? ഇലക്ട്രോണിക് കൊമേഴ്സിലാണ് വരുന്നത്. അപ്പം ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു പാർട്ടാണ് ഈ കൊമേഴ്സിൻ്റെ. അതുകൊണ്ട് ഈ കൊമേഴ്സ് ഈസ് എ ബ്രോഡർ തിങ്, ഈ മാർക്കറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഈ കൊമേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്താ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്? ഈ കൊമേഴ്സ് ഇസ് സിംപ്ലി എ ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ. സോ ഇറ്റ് കംസ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫോംസ്. ഒരുപാട് തരത്തിലുണ്ട്. ഇലക്ട്രോണിക് കൊമേഴ്സിനകത്ത് ബിസിനസ് ടു ബിസിനസ് ഡീലിംഗ് ഉണ്ട്, ബിസിനസ് ടു കൺസ്യൂമർ ഡീലിംഗ് ഉണ്ട്, ബിസിനസ് ടു ഗവൺമെൻറ് ഡീലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ടേമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇ മാർക്കറ്റിംഗ്
is application of marketing principles and techniques via electronic media and more specifically the internet. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടു കൂടി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഇ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിങ്ങും ഈ ബിസിനസ്സും ഇ കൊമേഴ്സ് ഒന്നാണ്. ഈ ബിസിനസ് എന്നുള്ളത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ഈ മാർക്കറ്റിംഗ് മെയിൻലി ഇൻവോൾവ്സ് ഡിജിറ്റൽ പ്രൊമോഷൻ ആക്ട്. നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ മാർക്കറ്റിങ്ങിനകത്താണ് നമ്മൾ പഠിച്ചത് മാർക്കറ്റിംഗ് ടെക്നിക്സ് ത്രൂ ഇൻ്റർനെറ്റ്, ബ്രാൻഡിങ്, ഒരു കമ്പനിയുടെ ബ്രാഞ്ച്, കസ്റ്റമേഴ്സ്, പബ്ലിക് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിൽ എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ, എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. E-marketing is already the main proposition of the marketing plan. Traditional business moving towards e-business and e-marketing is much vulnerable to the higher competitive. അപ്പം ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇ മാർക്കറ്റിംഗ്. ഓക്കെ, ഇ കൊമേഴ്സ് ഈ ബിസിനസ്സിനുള്ള വ്യത്യാസം എന്താണ്? ഇ കൊമേഴ്സിനകത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ്. But in the case of e-business, it refers to a broader definition. It is not just buying and selling or just marketing goods, but it also involves services to the customer, collaboration with the other business partners, conducting of e-learning, conducting of e-submit, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് ആക്ടിവിറ്റീസ് അടങ്ങുന്നതാണ് ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇ മാർക്കറ്റിംഗ്. ഈ ബിസിനസ് എന്നുള്ളത് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ടു കണ്ടക്ട് ബിസിനസ് കമ്പനീസ് ഓർ ഓർഗനൈസേഷൻസ് ബിസിനസ്. അതൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ് സപ്പോർട്ടഡ് ബൈ ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് മീൻസ് പ്രൈമർലി വിത്ത് ദ ഹെൽപ്പ്. ഇ മാർക്കറ്റിംഗ് ഇസ് ദ കമ്പനീസ് എഫോർട്ട് ടു കമ്മ്യൂണിക്കേറ്റ്, promote and sell products and services with the help of electronic devices. Okay, നമ്മളിതാ അതിൽ ഈ ബിസിനസ് ഉള്ളൊരു ബ്രോഡ് ടൈമാണ്. അതിനകത്ത് വരുന്നൊരു ഭാഗമാണ് ഇ കൊമേഴ്സ്, അതിനകത്ത് വരുന്നതാണ് ഇ മാർക്കറ്റിംഗ് ഓർ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇ കൊമേഴ്സും ഈ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇ കൊമേഴ്സും ഈ മാർക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ വായിക്കുക. ഇ കൊമേഴ്സും ഈ ബിസിനസ്സുള്ള വ്യത്യാസം, ഈ ബിസിനസ് എന്നുള്ളത് ഒരു സൂപ്പർ സെറ്റാണ്, ഇ കൊമേഴ്സ് എന്നുള്ളത് ഒരു സബ്സെറ്റാണ്. ഈ ബിസിനസ് ഒരു ബ്രോഡർ ടൈമാണ്, ഇ കൊമേഴ്സ് നാരോ ടൈമാണ്. ഒരുപാട് സെല്ലിങ് ആൻഡ് ബൈയിങ് ആൻഡ് മാർക്കറ്റിങ്ങിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ്. ദർ ആർ മെനി തിങ്സ് ബിസൈഡ്സ് സെല്ലിംഗ്, ഇൻക്ലൂഡിംഗ് മാർക്കറ്റിംഗ്, പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽസ്, etc., including the e-business. But in the case of e-commerce, it essentially involves monetary transactions that led to the electronic transfer of goods and services. Okay, e-business is to bring and retain customers and educate them ഓൺലൈൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. അവിടെ ഈ ബിസിനസ്സിനകത്ത് കസ്റ്റമേഴ്സിനെ സെല്ലിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ബൈയിങ് മാത്രമല്ല, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് മാത്രമല്ല, കസ്റ്റമേഴ്സിനെ നിലനിർത്തുക, റീറ്റെയിൻ ചെയ്യുക, അവർക്ക് കസ്റ്റമർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ലോയൽ കസ്റ്റമേഴ്സിന് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ വരുന്നത് ഈ ബിസിനസ്സിലാണ്. ഇ കൊമേഴ്സ് ഈസ് ജസ്റ്റ് സെല്ലിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിൻ്റെ സ്ട്രാറ്റജീസ്, ഈ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജീസ് കോംപ്ലക്സ് ആണ്. ഈ സ്ട്രാറ്റജീസ് ആർ പാർട്ട് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി. അതായത് ഈ കൊമേഴ്സ് എന്നുള്ളത് ഈ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. ഈ ബിസിനസ് എന്നുള്ളത് വളരെ ഹൈ റിസ്ക് ബിയർ ചെയ്യുന്നതാണ്, മറ്റേതിൻ്റെ റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കൊമേഴ്സ് എന്നുള്ളത് ഇലക്ട്രോണിക് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഭാഗമാണ്. ഈ ബിസിനസ് ഇ കൊമേഴ്സ് ഇ മാർക്കറ്റിംഗ്, ഇങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഘടന പോകുന്നത്. ഇവിടെ ഇത്രയും നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പാർട്ട്, റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇ മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് ഇ മാർക്കറ്റിംഗ് ഡെവലപ്ഡ് ആയത്? ഒന്നാമത്തത് ലെവൽസ് ഓൺ ദ ഓൺലൈൻ പ്ലേയിങ് ഫീൽഡ്. നമുക്കറിയാം ഓൺലൈൻ മാർക്കറ്റിംഗ് 24 എനിവെയർ എനി ടൈം മാർക്കറ്റിംഗ് ആണ്, അല്ലേ? സ്മാൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ബിഗ് ഓർഗനൈസേഷൻസിനെല്ലാം നല്ലൊരു ചാൻസാണ് കിട്ടിയത്. അവർക്ക് പ്രത്യേകിച്ചൊരു ബിസിനസ് സെറ്റപ്പ് ഒന്നും വേണ്ട. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ഉൽപ്പന്നത്തിൻ്റെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുക, ആ ഫോട്ടോ കണ്ട് ആ വെബ്സൈറ്റിന് നല്ല പോപ്പുലാരിറ്റി കൊടുക്കുക, അതിൽ ആൾക്കാർ ആ ഉൽപ്പന്നത്തിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ വായിച്ച് അവരതിനെ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നു, കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അവർ ബൈയിങ് ഡിസിഷനിലേക്ക് പോകുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അവർ അഡ്രസ്സൊക്കെ കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് പൈസ
പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഉടനെ മെയിൽ നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വരുന്നു, ഉൽപ്പന്നം നമ്മുടെ വീട്ടിൽ അഡ്രസ്സിൽ എത്തിച്ചേരുന്നു. നമുക്ക് ഉപയോഗിച്ചിട്ട് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 7 ദിവസം റിട്ടേൺ ചെയ്യാം അല്ലേ, റിവ്യൂ കൊടുക്കാം, നല്ലതാണെങ്കിൽ റിവ്യൂ എടുക്കാം, മോശമാണെങ്കിൽ റിവ്യൂ ഇടാം. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് സിമിലർ നേച്ചർ നമുക്ക് കമ്പയർ ചെയ്ത് വാങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും എന്താണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത് മോർ കോസ്റ്റ് എഫക്റ്റീവാണ് അല്ലേ. നമുക്കറിയാം സ്മാളർ കമ്പനീസിന് ഈ പുതിയ ഷോപ്പുകളൊക്കെ തുടങ്ങി കസ്റ്റമേഴ്സിനെ ആകർഷിക്കേണ്ടി വരുന്നില്ല, അവർക്ക് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഡെലിവേഴ്സ് കൺവേർഷൻ, ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു വെബ്സൈറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി നിന്നിട്ട് കാര്യമില്ല, ആ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബയേഴ്സാക്കി തീർക്കുക. അതായത് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് ദ കൺവേർഷൻ ഓഫ് ദ വിസിറ്റേഴ്സ് ഓഫ് ദ വെബ്സൈറ്റ് ടു ദി ഒറിജിനൽ ബയേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതിനുവേണ്ടി ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രൊമോഷൻസ് കൊടുക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെയോ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഡിവൈസിലൂടെ നമ്മുടെ മൊബൈലിലേക്ക് എത്തുന്നത് നമ്മൾ അട്രാക്റ്റ് നമ്മൾ അതിലേക്ക് വാങ്ങാനായിട്ട് പോകുന്നു അല്ലേ. പരസ്യങ്ങളിലൂടെ ഓൺലൈൻ പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ജനറേറ്റ് ബെറ്റർ റവന്യൂ. ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഇത് നമുക്ക് എന്താണ് ഈ ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ദാൻ ട്രഡീഷണൽ മീഡിയ ഓർ മാർക്കറ്റിംഗ് ചാനൽസ് അല്ലേ. നല്ല വരുമാനം കൊടുക്കുന്നു. അതുപോലെ ഈ ഓൺലൈൻ സൈറ്റുകൾക്ക് നല്ല വരുമാനം കൊടുക്കുന്നു. ഓൺലൈൻ പരസ്യങ്ങൾ വരുമ്പോൾ കമ്പനികളുടെ മാർക്കറ്റിംഗ് ചിലവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു, കസ്റ്റമേഴ്സിനെ കൂടുതൽ കിട്ടാനും സഹായിക്കുന്നു. അതുപോലെ ഇൻക്രീസ്ഡ് ഇൻട്രാക്ഷൻ വിത്ത് ടാർഗറ്റ് ഓഡിയൻസ്. നമുക്ക് ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾക്ക് സാധനം വാങ്ങാൻ വരുന്നവരുമായിട്ട് നമുക്കൊരു ഓഡിയൻസുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ അവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഗ്രോവിങ് പോപ്പുലാരിറ്റി ഈ പറയപ്പെടുന്ന ഈ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഉപയോഗിക്കുമ്പം അതിലൂടെ തന്നെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് നേരിട്ട് ഈ മാർക്കറ്റിംഗ് സൈറ്റിലേക്ക് പോയി വാങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ പരസ്യം പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സഹായിക്കുന്നു, മൊബൈൽ. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിംഗ്, നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റിംഗ് ഫെസിലിറ്റി അല്ല, ഗ്ലോബൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അല്ലേ. ഇൻക്രീസ് ദ യൂസ്, അതായത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആൾക്കാർ വാങ്ങുന്നു. ഇലക്ട്രോണിക് മാർക്കറ്റിംഗിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ പുതിയ പുതിയ ഫോണുകൾ വാങ്ങുന്നു, പുതിയ ലാപ്ടോപ്പ് ടാബുകൾ ഉപയോഗിക്കുന്നു. അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസം വന്നതുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ്. ലാപ്ടോപ്പ് മൊബൈല് ഇല്ലാത്ത ആരും എല്ലാവരും വാങ്ങുന്നു, ഇല്ലാത്തവർ സംഘടിപ്പിക്കാൻ നോക്കുന്നു അല്ലേ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ആവശ്യം വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിൻ്റെ അവസരം കൂടുന്തോറും ആൾക്കാർ പുതിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നു. ദീസ് ആർ ദ വേരിയസ് റീസൺ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇലക്ട്രോണിക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? എന്താണ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ്, എന്താണ് ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ്സ്, എന്താണ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്തിൻ്റെ റീസൺസ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. നല്ലതുപോലെ വായിക്കുക, സംശയം ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.